ഒരു സൈഡിൽ വോളിബോൾ കളിയും മറു സൈഡിൽ ആനയുടെ കുളിയും വെള്ളം കുടിയും ഒക്കെ കാണാൻ സാധിക്കുന്ന ഒരേ ഒരു സ്ഥലം ഇത് മാത്രമായിരിക്കും. നമ്മളൊക്കെ സ്ട്രോ ഇട്ട് നാരങ്ങാളം കുടിക്കുന്ന അതേ സ്റ്റൈലിലാണ് ആന ഇവിടുന്ന് വെള്ളം കുടിക്കുന്നത്. ഈ ഒരു കാഴ്ച മറ്റൊരിടത്തും നമുക്ക് കാണാൻ സാധിക്കത്തില്ല. നമ്മളിപ്പോഴും നിൽക്കുന്ന മഞ്ഞും തണുപ്പും ഒക്കെയുള്ള സ്ഥലമാണ് കറക്റ്റ് ഗ്യാപ്പ് റോഡ് എന്നറിയപ്പെടുന്ന സ്ഥലം. ഹലോ, നമസ്കാരം. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ യാത്ര ആരംഭിക്കുന്നത് നമ്മുടെ ഇടുക്കിയുടെ സ്വന്തം പൊന്മുടി ഡാമിൽ നിന്നാണ്. എൻ്റെ ഈ പുറകിൽ കാണുന്ന പൊന്മുടി ഡാമാണ്. അപ്പോൾ ഇവിടുന്ന് ആരംഭിച്ച് നേരെ മൂന്നാർ ഗ്യാപ്പ് റോഡ് വഴി മാങ്കുളം ആനക്കുളമൊക്കെ പോകാൻ വേണ്ടിയാണ് പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ കൂടെ ഇന്ന് നമ്മുടെ സുഹൃത്തും കസിനുമായ ജോമിയുണ്ട്. ഹലോ. അപ്പോൾ ജോമി UK-യിലായിരുന്നു. അപ്പോൾ UK-യിലെ തിരക്കിനിടയ്ക്കൊന്നും ഒന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടി മൂന്നാറിന് പോകാൻ വേണ്ടി വന്നതാണ്. അപ്പം ഞങ്ങൾ രണ്ടും കൂടെ ഒരുമിച്ചുള്ളൊരു യാത്രയാണിന്ന്. അപ്പോൾ നമുക്ക് നേരെ മൂന്നാറിൻ്റെ ബാക്കി കാഴ്ചകളിലേക്ക് പോകാം. ഇടുക്കി രാജാക്കാടിൻ്റെയും മൂന്നാറിൻ്റെയൊക്കെ അടുത്തുള്ള അതിമനോഹരമായ വ്യൂ ഉള്ളൊരു ഡാമാണ് പൊന്മുടി ഡാം. 1963 പന്നിയാർ നദിക്ക് കുറുകെ നിർമ്മിച്ച ഈ ഡാമിൻ്റെ നീളം 948 അടിയും ഉയരം 189 അടിയുമാണ്. അടിമാലി രാജാക്കാട് റൂട്ടിലുള്ള ബസ്സുകളെല്ലാം തന്നെ ഓടുന്നത് ഈ ഒരു പൊന്മുടി ഡാമിൻ്റെ മുകളിലൂടെയാണ്. വളരെ ശാന്തമായതും എന്നാൽ അതിമനോഹരമായൊരു വ്യൂ തരുന്നതുമായ ഒരു ഡാമാണ് പൊന്മുടി ഡാം. മൂന്നാറിലെത്തുന്ന സഞ്ചാരികളെല്ലാം തന്നെ ഇവിടെ വന്നിട്ട് തന്നെയാണ് പോകാറുള്ളൂ. പൊന്മുടി ഡാമിൻ്റെ അടുത്തുനിന്നും ഏതാണ്ട് 1/2 കിലോമീറ്റർ ദൂരത്തിലുള്ള മറ്റൊരു ആകർഷണമാണ് പൊന്മുടി തൂക്കുപാലം. 1970 കാലഘട്ടത്തിൽ പൊന്മുടിയിൽ ഡാം നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ട് അസംസ്കൃത വസ്തുക്കളും ഒക്കെ ആയിട്ട് എറണാകുളം ജില്ലയിൽ നിന്നും മല കയറി വരുന്ന വണ്ടികൾക്കൊക്കെ പന്നിയാർ പുഴയ്ക്ക് അക്കരെ എത്തുന്നതിന് വേണ്ടിയിട്ട് KSEB നിർമ്മിച്ച അടിത്തൂണുകളില്ലാത്തൊരു പാലമാണിത്. വെള്ളമൊഴുകി കുഴിഞ്ഞുപോയ പാറക്കെട്ടുകൾക്ക് മുകളിൽ ഏതാണ്ട് 100 അടിയോളം പൊക്കത്തിൽ ഉരുക്കുവടത്തിൽ തൂങ്ങി നിൽക്കുന്ന ഈ ഒരു പാലം കൗതുകകരമായ കാഴ്ച തന്നെയാണ്. അപ്പൊ നമ്മുടെ സുഹൃത്തിന്റെ ഫോട്ടോഷൂട്ടിന് ശേഷം രാജാക്കാട് വഴി നമ്മൾ നേരെ പൂപ്പാറ എത്തിയിരിക്കുകയാണ്. ഇവിടെ നിന്നും വലത്ത് സൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ ബോഡിമെട്ട് ചെക്ക് പോസ്റ്റ് വഴി തമിഴ്നാട്ടിലേക്ക് പോകാം. ഇടത്ത് സൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ ഗ്യാപ്പ് റോഡ് വഴി മൂന്നാറിലേക്കും പോകാം. അപ്പൊ നമ്മുടെ അടുത്ത ലക്ഷ്യസ്ഥാനം എന്ന് പറയുന്നത് ആനയിറങ്കൽ ഡാമാണ് കേട്ടോ. നമ്മുടെ അരിക്കൊമ്പനെയൊക്കെ കൊണ്ടുപോയതോടുകൂടി ഫേമസ് ആയ ഗ്യാപ്പ് റോഡ് എന്ന് അറിയപ്പെടുന്ന കൊച്ചി മധുര നാഷണൽ ഹൈവേ ആണ് കേട്ടോ ഇത്. അപ്പോൾ ഇത് നമ്മുടെ ആനയിറങ്കൽ ഡാമിൽ എത്തിയിരിക്കുകയാണ്. ഈ കാണുന്നതാണ് ആനയിറങ്കൽ ഡാമിൻ്റെ റിസർവോയർ. നമ്മുടെ ഈ ആനയിറങ്കൽ ഡാം എന്ന് പറയുന്നത് മൂന്നാറിൽ നിന്ന് 22 കിലോമീറ്റർ ആണുള്ളത്. ചിന്നക്കനാൽ ശാന്തമ്പാറ പഞ്ചായത്തുകളിൽ പന്നിയാർ പുഴയിൽ നിർമ്മിച്ച ഒരു അണക്കെട്ടാണ് ആനയിറങ്കൽ ഡാം. ഈ ഡാമിൻ്റെ ഒരു സൈഡ് വനമേഖലയാണ്, അതുപോലെ തന്നെ മറ്റേ സൈഡ് എന്ന് പറയുന്നത് ടാറ്റയുടെ ടീ പ്ലാന്റേഷനാണ് മൊത്തം. ഇവിടെ നിന്നുള്ള ജലം ഉപയോഗിച്ച് കുത്തുങ്കൽ അതുപോലെ തന്നെ പന്നിയാർ പവർ ഹൗസുകളിലാണ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത്. 1965 നിർമ്മിച്ച ഈ ഡാമിൻ്റെ സ്പിൽവേയുടെ ഭാഗം മാത്രമാണ് കോൺക്രീറ്റ് ചെയ്തിരിക്കുന്നത്. ബാക്കിയുള്ള ഭാഗങ്ങൾ ഇതുപോലെ കല്ലും മണ്ണും ഒക്കെ ഉപയോഗിച്ച് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. 326 മീറ്റർ നീളമാണ് ഇതിനുള്ളത്. എന്നാൽ ഹൈറ്റ് അധികമൊന്നുമില്ല, 34 മീറ്റർ ഹൈറ്റ് മാത്രമാണ് ഇതിനുള്ളത്. 1960 കാലഘട്ടങ്ങളിൽ നിർമ്മിച്ച ഏറ്റവും വലിയ അണക്കെട്ട് തന്നെയായിരുന്നു ഈ ആനയിറങ്കൽ ഡാം. ഇതിൻ്റെ റിസർവോയറിനും ചുറ്റുമുള്ള തേയിലത്തോട്ടങ്ങളും ചെറിയ കാടും ഒക്കെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഭംഗി എന്ന് പറയുന്നത്. വെള്ളം തുറന്നു വിടുന്നതിനായിട്ട് ഈ ഡാമിന് പ്രത്യേകിച്ച് ഷട്ടറുകളൊന്നുമില്ല. സ്പിൽവേ വഴി വെള്ളം നിറഞ്ഞൊഴുകി പോകുന്ന രീതിയിലാണ് ഉള്ളത്. അപ്പോൾ നമ്മളെന്തായാലും ആനയിറങ്കൽ ഡാമിലെ കാഴ്ചകൾ മതിയാക്കി ഗ്യാപ്പ് റോഡ് വഴി നേരെ മൂന്നാറിലേക്ക് പോവുകയാണ്. ഇവിടുന്ന് സൈഡിൽ കൂടെ പോകുമ്പോഴുള്ള റോഡിലെ കാഴ്ചകൾ കണ്ടോ. ആനയിറങ്കൽ ഡാമിൻ്റെ റിസർവോയറാണ്. അതിൻ്റെ സൈഡിൽ കൂടെ നിൽക്കുന്ന ഇല അധികം ഇല്ലാത്തൊരു മരമുണ്ട്. വളരെ ഭംഗിയാണ് മരങ്ങൾ കാണാൻ. ഈ റോഡ് പൊതുവിൽ ഗ്യാപ്പ് റോഡ് എന്നറിയപ്പെടുമെങ്കിലും ഈ ഭാഗമൊന്നും ഗ്യാപ്പ് റോഡല്ല. ഇതൊക്കെ ചിന്നക്കനാൽ പെരിയകനാൽ പഞ്ചായത്തുകൾ ഉൾപ്പെടുന്ന ഒരു സ്ഥലമാണ് ഇതൊക്കെ. കുറേ വർഷങ്ങൾക്ക് മുൻപ് ഈ ഭാഗമെല്ലാം വളരെയധികം വീതി കുറഞ്ഞ് ഇടുങ്ങിയ വഴിയായിരുന്നു. അതുപോലെ തന്നെ സ്ഥിരം മണ്ണിടിച്ചിലും ഒക്കെ ഉണ്ടാകുന്ന ഒരു വഴിയായിരുന്നു. അതിനുശേഷം അതിമനോഹരമായിട്ട് പുതുക്കി പണിതപ്പോഴാണ് നമ്മളിത് കൂടുതലായിട്ടും പല വീഡിയോസിലൂടെയൊക്കെ കണ്ടത്. പ്രത്യേകിച്ച് നമ്മുടെ അരിക്കൊമ്പനെയൊക്കെ കൊണ്ടുപോയി കഴിഞ്ഞപ്പോഴാണ് 100 കണക്കിന് വീഡിയോസിലൂടെ പൊതുജനം ഇത്രയും മനോഹരമായ റോഡ് ഇവിടെ ഉണ്ടെന്ന് തന്നെ അറിഞ്ഞത്. അപ്പോൾ മൂന്നാർ സന്ദർശിക്കാൻ വരുന്ന ആരും ഈ ഗ്യാപ്പ് റോഡിലൂടെ പോയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഇതുവഴി പോകണം. തേയിലത്തോട്ടങ്ങളുടെയും താഴ്വരകളുടെയും ഒക്കെ പ്രകൃതി രമണീയമായ കാഴ്ചകൾ കണ്ട് മുമ്പോട്ട് പോകാം. അതുപോലെ തന്നെ വളരെ കണ്ണാടി പോലെയുള്ള മനോഹരമായ റോഡിൽ കൂടെയാണ് നമ്മൾ പോകുന്നത്. തേയിലത്തോട്ടങ്ങളുടെ നടുവിലൂടെ ഇത്രയും മനോഹരമായ റോഡ് കേരളത്തിൽ തന്നെ വേറെ ഉണ്ടോയെന്ന് തന്നെ സംശയമാണ്. ഈ ഗ്യാപ്പ് റോഡിലെ മനോഹരമായ തേയിലത്തോട്ടത്തിൽ എവിടെ നിന്ന് കഴിഞ്ഞാലും ഫുള്ള് ഫോട്ടോ ഫ്രെയിമുകളാണ്. ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും ഒക്കെ പറ്റിയ സ്ഥലം തന്നെയാണ് ഇവിടെ. ചിന്നക്കനാൽ എത്തുന്നതിന് മുമ്പ് റോഡിൻ്റെ അരികിൽ നിൽക്കുന്ന ഒരു ഭീകരം പാറയാണ്. ഏതായാലും റോഡിന് താഴേക്ക് ഉരുണ്ടിയാടത്തില്ലാന്ന് തോന്നുന്നു. അപ്പോൾ ഇവിടുത്തെ ഫോട്ടോഷൂട്ടെല്ലാം കഴിഞ്ഞതിന് ശേഷം നേരെ പെരിയകനാൽ വാട്ടർഫാൾസിലേക്കാണ് പോകുന്നത്. ഇവിടുന്ന് റൈറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ സൂര്യനെല്ലി ഭാഗത്തേക്ക് പോകാം. നേരെ പോയാൽ മൂന്നാറാണ്. സൂര്യനെല്ലിയിൽ നിന്നാണ് നേരെ കുളുക്കുമലയ്ക്കൊക്കെ പോകുന്നത്. ദൂരെ നമ്മുടെ ചിന്നക്കനാൽ വെള്ളച്ചാട്ടം കാണാം.
മഴക്കാലം അല്ലാത്തതുകൊണ്ട് തന്നെ അധികം വെള്ളമൊന്നും ഇല്ല കേട്ടോ അവിടെ. എങ്കിലും സഞ്ചാരികൾക്കൊരു കുറവുമില്ല. അതുകൊണ്ട് തന്നെ ഇഷ്ടംപോലെ കടകളുണ്ട്. കരിക്കും ഒക്കെ കിട്ടുന്ന കടകൾ ഇഷ്ടം പോലെ ഉണ്ട്. മഴക്കാലം അല്ലാത്തതുകൊണ്ട് വെള്ളച്ചാട്ടം എന്നുള്ള പേര് മാത്രമേ ഉള്ളൂ. വെള്ളം വളരെ കുറച്ചാണ് ഒഴുകുന്നത്. കഴിഞ്ഞ മഴക്കാലത്ത് ഞാൻ വന്നപ്പോൾ ഉള്ള ഒരു വീഡിയോ ഇതിൻ്റെ മുകളിൽ നിന്നിട്ടേക്കാം, ഒന്ന് കണ്ടു നോക്കിക്കോ. അപ്പോൾ വെള്ളച്ചാട്ടത്തിലെ കാഴ്ചകൾ മതിയാക്കി ചെറിയൊരു സ്നാക്സും കഴിച്ച് ഒരു കരിക്കും വെള്ളമൊക്കെ കുടിച്ച് ഞങ്ങൾ നേരെ മൂന്നാർ ലക്ഷ്യമാക്കി പോവുകയാണ്. അപ്പോൾ നമ്മളിപ്പോഴേ കാണുന്ന ഈ ഒരു ഭാഗമൊക്കെ ഉണ്ടല്ലോ, ഈ ഒരു സൈഡിൽ പാറക്കെട്ടാണ്. ഇവിടെയാണ് ശരിക്കും ഗ്യാപ്പ് റോഡ് എന്നറിയപ്പെടുന്നത്. ഈ ഒരു ഭാഗത്താണ് പണ്ട് സ്ഥിരമായിട്ട് മണ്ണും കല്ലും ഒക്കെ ഇടിഞ്ഞു വീണ് അപകടങ്ങളൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. നമ്മളിപ്പോൾ ഈ കാണുന്ന ശരിക്കും ഗ്യാപ്പ് റോഡ് എന്നറിയപ്പെടുന്ന ഭാഗത്താണ് വണ്ടി നിർത്തിയിരിക്കുന്നത്. ഇവിടെ നല്ല വ്യൂ ആണ്, നല്ല മഞ്ഞാണ്. ഇവിടുത്തെ ഒരു കാലാവസ്ഥ കണ്ടോ, ഇവിടുന്ന് നേരെ താഴോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഒന്നും കാണുന്നില്ല, ഫുള്ള് മഞ്ഞ് മൂടി കിടക്കുകയാണ്. ഇതിൻ്റെ താഴ്ഭാഗം എന്ന് പറയുന്നത് ബൈസൺ വാലിയാണ്. ബൈസൺ വാലി, കുഞ്ചിത്തണ്ണി ആ ഒരു ഭാഗമൊക്കെയാണ്. നമ്മൾ ഈ കാണുന്ന പാറക്കെട്ടുകളുടെ ഭാഗമൊക്കെ വർഷങ്ങളുടെ പണിക്ക് ശേഷമാണ് ഇത്രയും വീതി കൂട്ടി എടുത്തിട്ടുള്ളത് കേട്ടോ. അത്രയും വീതി കൂട്ടി പണിതിട്ടും ഇപ്പോഴും മഴക്കാലത്ത് സ്ഥിരമായിട്ട് അവിടെ മണ്ണും കല്ലും ഒക്കെ വീഴാറുണ്ട്. അപ്പോൾ ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഇടുക്കിക്കാർക്ക് അന്യമായിരുന്ന ഒരു സംഭവമാണ്. ഇതുവരെയും ഇടുക്കിക്കാർ കാണാത്ത ഇടുക്കിയുടെ സ്വന്തം ആദ്യത്തെ ടോൾ ബൂത്താണിത്. ദേവികുളത്തിന് സമീപമാണ് ഇത് സ്ഥാപിച്ചിരിക്കുന്നത്. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയായ NH85 ഭാഗമായിട്ടാണ് ഈ ഒരു ടോൾ പ്ലാസ ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നത്. ഈ ദേവികുളം ഭാഗത്തൊന്നും അധികം ജനവാസ മേഖലയല്ല, തേയില എസ്റ്റേറ്റുകളാണ് കൂടുതലായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഗ്യാപ്പ് റോഡിലെ മനോഹര കാഴ്ചകൾക്ക് ശേഷം നമ്മൾ മൂന്നാർ ടൗണിലേക്ക് എത്തിയിരിക്കുകയാണ്. മൂന്നാർ ടൗണിൽ തന്നെയുള്ള ഒരു പഴയ CSI ചർച്ചുണ്ട്, ബ്രിട്ടീഷുകാരുടെ കാലത്ത് സ്ഥാപിച്ചതാണ്. ആ ഒരു ചർച്ചിലേക്കാണ് നമ്മൾ കയറി പോകുന്നത്. മൂന്നാറിൻ്റെ താജ്മഹൽ എന്ന പേരിലാണ് ഈ ഒരു ചർച്ച് പ്രസിദ്ധമാകുന്നത്. ഇതിൻ്റെ കഥ എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. ബ്രിട്ടീഷുകാരുടെ അധീനതയിലുണ്ടായിരുന്ന മൂന്നാറിലെ തേയിലത്തോട്ടത്തിലെ മാനേജരായിരുന്നു ഇംഗ്ലണ്ടുകാരനായ ഹെൻറി. ദീർഘനാളത്തെ പ്രണയത്തിനൊടുവിലാണ് എലനേറും ഹെൻറിയും ഇംഗ്ലണ്ടിൽ വെച്ച് വിവാഹിതരാകുന്നത്. മധുവിധം ആഘോഷിക്കുന്നതിനാണ് എലനേർ ഹെൻറിക്കൊപ്പം മൂന്നാറിലെത്തിയത്. 1894 ഡിസംബർ 20 വൈകിട്ട് ഇരുവരും നടക്കാനിറങ്ങി. മൂന്നാർ പുഴയുടെ തീരത്ത് മഞ്ഞ് പൊതിയുന്ന കുന്നിൻപുറത്തു കൂടിയായിരുന്നു യാത്രകൾ. വളരെ മനോഹരമായ ഈ പ്രദേശം കണ്ട് എലനേർ ഹെൻറിയോട് പറഞ്ഞു, എത്ര സുന്ദരമാണ് ഈ പ്രദേശം, ഇതാണ് ഭൂമിയിലെ സ്വർഗം. ഞാൻ മരിച്ചാൽ കുന്നിൻ മുകളിലെ ഈ സ്വപ്ന ഭൂമിയിൽ എന്നെ അടക്കം ചെയ്യുക. തമാശയായി പറഞ്ഞ കാര്യങ്ങൾ പക്ഷേ അറം പറ്റിയതുപോലെയായി. വിവാഹശേഷമുള്ള ആദ്യ ക്രിസ്മസിന് കാത്തിരിക്കാതെ കോളറ ബാധിച്ച് 3-ാം നാൾ എലനേർ മരിച്ചു. മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോകണം എന്ന് ബന്ധുക്കൾ പറഞ്ഞെങ്കിലും ഹെൻറി വഴങ്ങിയില്ല. പ്രീതമ്മയ്ക്ക് നൽകിയ വാക്ക് പാലിച്ച ഹെൻറി എലനേർ പറഞ്ഞ സ്ഥലത്ത് തന്നെ മൃതദേഹം സംസ്കരിച്ചു. ഒരു വിദേശിക്ക് വേണ്ടിയിട്ട് മൂന്നാറിൽ ആദ്യമായി ഒരു കല്ലറ ഒരുങ്ങിയതും അന്നായിരുന്നു. ഈ സംഭവങ്ങളുടെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഇത് മൂന്നാറിലെ താജ്മഹൽ എന്ന് അറിയപ്പെടുന്നത്. മൂന്നാർ ടൗണിൽ മറ്റു കാഴ്ചകൾക്കൊന്നും നിൽക്കാതെ ആരും അധികം യാത്ര ചെയ്യാത്ത ലക്ഷ്മി എസ്റ്റേറ്റ് വഴി മാങ്കുളം ആനക്കുളം പോകാനായിരുന്നു പ്ലാൻ. വളരെ ശാന്തമായി യാതൊരു തിരക്കുമില്ലാതെ മൂന്നാറിൽ നിന്നും മാങ്കുളം ആനക്കുളം പോകാൻ പറ്റുന്നൊരു റൂട്ടാണ് ഈ ലക്ഷ്മി എസ്റ്റേറ്റ് വഴിയുള്ള റോഡ്. ഇവിടെയും തേയിലത്തോട്ടങ്ങളുണ്ടെങ്കിലും ഇവിടുത്തെ തേയിലത്തോട്ടത്തിന് പ്രത്യേക ഒരു ഭംഗി തന്നെയാണ്. വളരെ ഗ്രാമീണ അന്തരീക്ഷം നൽകുന്ന ഒരു കാഴ്ച തന്നെയാണ് ഈ ലക്ഷ്മി എസ്റ്റേറ്റ് വഴിയുള്ള യാത്ര. പോകുന്ന വഴിയിലെല്ലാം തമിഴ്നാട്ടിലൊക്കെ കാണുന്ന പോലെ ചെറിയ ചെറിയ ലയങ്ങളും അതുപോലെ തന്നെ ചെറിയ ഈ കാണുന്ന പോലുള്ള കോവിലുകളും ഒക്കെയാണ് റോഡരികിൽ കാണാൻ സാധിക്കുന്നത്. ഈ ഭാഗങ്ങളിലെല്ലാം എസ്റ്റേറ്റുകാരുടെ സ്ഥലമായതുകൊണ്ട് തന്നെ നാട്ടുകാരും തന്നെ താമസിക്കുന്നില്ല. തേയിലത്തോട്ടത്തിലെ തൊഴിലാളികളൊക്കെയാണ് താമസിക്കുന്നത്. നമ്മൾ ഈ കാണുന്നത് വളരെയധികം പ്രകൃതി ഭംഗി തരുന്ന സ്ഥലത്ത് നിൽക്കുന്ന ഒരു സ്കൂളാണ് കേട്ടോ. ലക്ഷ്മി എസ്റ്റേറ്റിന് നടുക്ക് തന്നെയുള്ള ഇവിടുത്തെ തൊഴിലാളികളുടെയൊക്കെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് പഠിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു സ്കൂളാണിത്. വളരെയധികം പ്രകൃതി ഭംഗി തുളുമ്പി നിൽക്കുന്ന ഒരു സ്ഥലത്ത് നിൽക്കുന്ന സ്കൂളാണ്. അതിമനോഹരമായ ആംബിയൻസ് ഉള്ള സ്കൂളാണ് കേട്ടോ. അതിൻ്റെ മുറ്റത്തേക്ക് അധികം കയറി പോകുന്നില്ല. അവിടെ നിന്ന് 2-3 ആൾക്കാർ നോക്കുന്നുണ്ട്, അതുകൊണ്ട് തന്നെ അധികം അങ്ങോട്ട് കയറി പോയിട്ടില്ല. ഗവൺമെൻറ് UP സ്കൂളിലേക്ക് കയറി പോകുന്ന വഴിയുടെ 2 വശവും കണ്ടോ, നല്ല കുറ്റിപ്പുല്ലുകളാണ്. ഇത്രയും മനോഹരമായ ശാന്തസുന്ദരമായ സ്ഥലത്ത് പഠിക്കാൻ പറ്റുന്ന കുട്ടികൾ തന്നെ ഭാഗ്യം ചെയ്തവരാണല്ലേ. നമ്മളീ പോകുന്ന വഴിയിലൊന്നും നാട്ടുകാരായ ആൾക്കാരെയൊന്നും കാണുന്നില്ല കേട്ടോ. ഇഷ്ടംപോലെ പശുക്കളെ കൊണ്ട് കെട്ടിയിട്ടുണ്ട്. പോകുന്ന വഴിക്കെല്ലാം ടൂറിസ്റ്റുകൾ മാത്രമേ ഉള്ളൂ. ഈ പ്രദേശത്തെ അതിമനോഹരമായ ഒരു തേയിലയും കൊണ്ടുള്ള മുട്ടക്കൊന്നാട്ടോ. എത്ര ഭംഗിയാണെന്ന് നോക്കി, മഞ്ഞിനകത്ത് കുളിച്ചാണ് നിൽക്കുന്നത്. മറ്റ് പല സ്ഥലങ്ങളിലും തേയിലച്ചെടികളുണ്ടെങ്കിലും ഈ മൂന്നാറിലെ തേയിലയുടെ ഒരു ഭംഗി എന്ന് പറയുന്നത് അത് വേറെ ഒരിടത്തും ഇല്ലാന്ന് തോന്നുന്നു. നമ്മൾ എവിടെ പോയി നോക്കിയാലും ഇത്രയും ഭംഗിയിൽ വെട്ടി നിർത്തിയിരിക്കുന്ന തേയിലച്ചെടികൾ വളരെ ചുരുക്കമായിരിക്കും. ഇപ്പം നമ്മളീ പോകുന്ന റോഡ് കണ്ടോ, യാതൊരുവിധ ബഹളങ്ങളുമില്ല, ശല്യങ്ങളുമില്ല, ആരുടെയും യാതൊരുവിധ ശല്യവും ഇല്ലാതെ മനസ്സ് വളരെ ശാന്തമാക്കി പോകാൻ പറ്റുന്ന ഒരു റോഡ് തന്നെയാണിത്. പോകുന്ന വഴിയിലെല്ലാം മനോഹരമായ കാഴ്ചകളും വ്യൂ പോയിന്റുകളൊക്കെയാണുള്ളത്. താഴേക്ക് കണ്ടോ, വളഞ്ഞു വളഞ്ഞു പോകുന്ന വഴിയാണ്.
ഈ ലക്ഷ്മി എസ്റ്റേറ്റ് വഴി പോകുന്ന റോഡുകളെല്ലാം ചെറിയ റോഡാണ്, അതുപോലെ തന്നെ പൊട്ടിപ്പൊളിഞ്ഞ റോഡാണ്. പക്ഷേ മറ്റ് ഗ്യാപ്പ് റോഡ് പോലെയൊക്കെ ഹൈവേ ഒക്കെ ആക്കി കഴിഞ്ഞാൽ പിന്നെ ആ റോഡിൻ്റെ മനോഹാരിത നഷ്ടപ്പെട്ടു പോകുമല്ലോ അല്ലേ. അപ്പോൾ ലക്ഷ്മി എസ്റ്റേറ്റിലെ പൊട്ടിപ്പൊളിഞ്ഞ വഴികൾ കടന്ന് നമ്മൾ മാങ്കുളം എത്താറായിട്ടുണ്ട്. മാങ്കുളം എത്താറാകുമ്പോൾ കുറച്ച് നല്ല റോഡുകളാണ്. ഇതുപോലെ അതിമനോഹരമായ തേയിലത്തോട്ടങ്ങളുടെ ഭംഗിയാണ് കേട്ടോ ഇവിടെയും. മാങ്കുളം എന്ന് പറയുന്ന ഒരു പക്ക കുഗ്രാമം തന്നെ ആയിരുന്നു. അധികം ടൂറിസ്റ്റുകളൊക്കെ വന്നേ പിന്നെയാണ് ഹോം സ്റ്റേകളും റിസോർട്ടുകളൊക്കെ വന്നു തുടങ്ങി. ആനകൾ സ്ഥിരമായി വരുന്ന വീഡിയോസൊക്കെ വന്നതിന് ശേഷമാണ് ആനക്കുളവും ഇത്ര ഫേമസ് ആയത്. വോളിബോൾ കളിക്കുന്നതും ആന വെള്ളം കുടിക്കാൻ വരുന്നതൊക്കെ ഒറ്റ സ്ഥലത്ത് തന്നെ നിന്ന് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു സ്ഥലം തന്നെയാണ് കേട്ടോ ഈ ആനക്കുളം എന്ന് പറയുന്നത്. ഇത് ആനക്കുളത്തുള്ള വോളിബോൾ ഗ്രൗണ്ടാണ്. ആനക്കുളം എന്ന് പറയുന്നത് ആനകൾ വെള്ളം കുടിക്കാൻ വരുന്നതുകൊണ്ട് മാത്രം ഫേമസ് ആയ ഒരു സ്ഥലമാണ്. അല്ലാതെ ഷോപ്പിംഗ് ചെയ്യുന്നതിനോ മറ്റു സാധനങ്ങൾ മേടിക്കുന്നതിനോ ഒന്നും വളരെ കുറച്ച് കടകൾ മാത്രമേ ഉള്ളൂ. മര്യാദയ്ക്കൊരു ഫുഡ് പോലും കിട്ടാൻ വളരെയധികം ബുദ്ധിമുട്ടുള്ള സ്ഥലമാണ് ആനക്കുളം. പൊതുവിൽ ആനകളൊക്കെ വെള്ളം കുടിക്കാൻ വരുന്നത് വൈകുന്നേരമാണ്, രാവിലെയൊന്നും വരാറില്ല. എന്തായാലും ആനയ്ക്ക് ദാഹിച്ചാലാണല്ലോ ആന വെള്ളം കുടിക്കാൻ വരുള്ളൂ. അതുകൊണ്ട് തന്നെ പൊതുവിൽ വൈകുന്നേരം, ഉച്ച കഴിഞ്ഞ് വൈകുന്നേരം സമയത്താണ് എല്ലാവരും വരുന്നത്. ആനകൾ വസിക്കുന്ന കാട്ടിൽ ഇഷ്ടംപോലെ കുടിവെള്ളത്തിനുള്ള സംവിധാനം ഉണ്ടെങ്കിൽ കൂടി ആനകൾ ഈ ഒരു സ്ഥലത്ത് തന്നെ പ്രത്യേകമായിട്ട് വന്ന് വെള്ളം കുടിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് പലപ്പോഴും പല റിസർച്ചുകളും നടത്തിയിട്ടുണ്ട്. ഇവിടെ ആന ശരിക്കും വെള്ളത്തിൻ്റെ ഉപരിതലത്തിൽ നിന്നല്ല വെള്ളം കുടിക്കുന്നത്, വെള്ളത്തിനകത്തേക്ക് തുമ്പിക്കൈ ഇട്ട് അവിടുന്ന് സ്ട്രോ ഇട്ട് ജ്യൂസ് കുടിക്കുന്ന അതേ ഒരു സ്റ്റൈലിലാണ് വെള്ളം കുടിക്കുന്നത്. അതിനർത്ഥം ആനകളെ ആകർഷിക്കുന്ന ചിലതരം ടേസ്റ്റുകൾ ഇവിടെ ഉണ്ട്, അല്ലെങ്കിൽ ഈ വെള്ളത്തിന് എന്തോ ഒരു പ്രത്യേകതയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ ഭാഗത്ത് മാത്രമായിട്ട് ആനകൾ വെള്ളം കുടിക്കാൻ വരുന്നത്. പലപ്പോഴും നമ്മൾ ആനകളെ പ്രതീക്ഷിച്ച് ഉച്ചയ്ക്ക് മുമ്പൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരിക്കലും കാണാൻ സാധിക്കില്ല. വൈകുന്നേര സമയത്താണ് കൂടുതലായിട്ടും ആനകൾ വരിക. ഇനി ആനക്കുളത്തുനിന്നും മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ ചെറിയൊരു ചെക്ക് ഡാമുണ്ട്, എന്നാലും വളരെ മനോഹരമാണ്. അവിടെ ഇറങ്ങി കുളിക്കാനും നമുക്ക് സാധിക്കും, അധികം ആഴമൊന്നുമില്ല. അതുപോലെ നമുക്ക് ഈ ചെക്ക് ഡാമിൻ്റെ അടുത്ത് നിൽക്കുമ്പം ദൂരെ നമുക്കൊരു വെള്ളച്ചാട്ടം കാണാം. അത്യാവശ്യം വെള്ളം ഒഴുകുന്നൊരു വലിയ വെള്ളച്ചാട്ടം തന്നെയാണ്. ഇതിൻ്റെ പേരൊന്നും ചോദിക്കരുത്, ഏതാണ് വെള്ളച്ചാട്ടം എന്നറിയില്ല. ഇവിടെയൊക്കെ കൂടുതലും ഓഫ് റോഡ് വണ്ടികളൊക്കെയാണ് ഇതുവഴിയൊക്കെ പോകാൻ സാധിക്കുക. നമ്മൾ കാർ കൊണ്ടൊക്കെ വന്നു കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടായിരിക്കും. ഇനി ഒരു രസകരമായ കാഴ്ച കാണിച്ചു തരാം കേട്ടോ. ഇതുണ്ടോ, ഒരു സൈഡിൽ വോളിബോൾ കളി നടക്കുന്നു, മറ്റേ സൈഡിൽ ആനകൾ വെള്ളം കുടിക്കാൻ വേണ്ടി ഇറങ്ങി വരുന്നു. ആനകൾ അവർക്കും ശല്യം ചെയ്യുന്നില്ല, അവർ ആനകളെ ശല്യം ചെയ്യുന്നില്ല. ഈ ഒരു കാഴ്ച കേരളത്തിലോ ഇന്ത്യയിലോ തന്നെ ഈ ഒരു ഭാഗത്ത് മാത്രമേ കാണാൻ പറ്റുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു. നമ്മളൊക്കെ സ്ട്രോ ഇട്ട് സോഡ നാരങ്ങാവെള്ളം കുടിക്കുന്നത് പോലെ ഇവന്മാർ തുമ്പിക്കൈ വെള്ളത്തിനടിയിലേക്ക് ഇട്ട് വെള്ളം കുടിക്കുന്നുണ്ടോ. ഇതിനർത്ഥം എന്തോ ഒരു ഫ്ലേവർ ഈ വെള്ളത്തിനടിയിൽ ഉണ്ടെന്നുള്ളത് തന്നെയാണ്. എന്തു തന്നെയായാലും നമ്മൾക്ക് കാഴ്ചകൾ മതി. ഇവിടെയുള്ള ആനകളൊന്നും ഇതുവരെ ആരെയും ഉപദ്രവിച്ച് കണ്ടിട്ടില്ല. എന്തായാലും ആനക്കുളത്തെ കാഴ്ചകൾ കണ്ട് നമ്മൾ നേരെ തിരിച്ച് കല്ലാർ ഭാഗത്തേക്ക് പോവുകയാണ്. അവിടുന്ന് നേരെ കല്ലാർ വഴി അടിമാലിക്ക് പോകാനാണ് പ്ലാന്. വിരിപാറ എസ്റ്റേറ്റ് കഴിഞ്ഞാൽ പിന്നെ ചെറിയ ഫോറസ്റ്റ് ഏരിയ പോലെയാണ്. തേയിലത്തോട്ടങ്ങളെല്ലാം കഴിഞ്ഞു. എന്തു തന്നെയായാലും മൂന്നാർ, ആനക്കുളം, മാങ്കുളം ഒക്കെ പോകുന്നവർക്ക് ഒരു വൺ ഡേ ട്രിപ്പിനുള്ള ഒരു റൂട്ട് തന്നെയാണിത്. വളരെ മനോഹരമായ കാഴ്ചകളാണുള്ളത്. അപ്പോൾ എന്തായാലും വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കുക. അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്